അത്യത്ഭുതം. മേൽശാന്തി ശ്രീകോവിലിൽ കയറി നോക്കുമ്പോൾ ശിവലിംഗത്തിൽ 3-4 പൊങ്കാല വറ്റുകൾ വറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇവിടെ പൂജിച്ചു വെച്ച നിവേദ്യം ഭഗവാൻ ക്ഷേത്രത്തിൽ വരുത്തി കഴിച്ചിരിക്കുന്നു. പൂങ്കൊടി, നിന്റെ കുടിലിന്റെ മുറ്റത്ത് വെച്ച നിവേദ്യം ഭഗവാൻ ഭക്ഷിച്ചത് നിങ്ങൾ കീഴാളരല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ? അങ്ങനെ ഒരു അപകർഷതാബോധം നിങ്ങൾക്കുണ്ടാകരുതെന്ന് ഭഗവാന് തോന്നിയിട്ടല്ലേ? ലജ്ജാവഹം! പൂങ്കുടിയൊന്ന ഹീനജാതിക്കാരി കുടിലിനു മുൻപിൽ പൊങ്കാല നിവേദിച്ചപ്പോ ആ നിവേദ്യം തൃക്കടയൂരപ്പന്റെ വിഗ്രഹത്തിൽ പതിച്ചത്രേ. അസംഭവ്യം, അസാധ്യം. നാം ഇത് വിശ്വസിക്കില്ല. ഗുഡാളെന്താ വിഷമിച്ചു നിൽക്കുന്നത്? എന്താ, നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല അങ്ങുന്നേ, അതിപ്പോ അങ്ങൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാനും വിശ്വസിക്കുന്നില്ല. എന്നാലും തെളിയിച്ചു പറയുക. പൂങ്കൊടിക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചതിൽ ഭഗവാൻ അതിർത്തിയുണ്ടോ എന്നൊരു സംശയം. എത്രയോ കാലമായി ഞാൻ നിവേദ്യം തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നിവേദ്യം വൃത്തിഹീനമാകുന്നത്. അത് നിന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലേ? അങ്ങനെയുമാകാം. ഹീനജാതക്കാരിയായ പൂങ്കൊടിയുടെ പ്രസാദം ഭക്ഷിച്ച് പൂങ്കൊടിക്ക് ഭ്രഷ്ടില്ല എന്ന് അങ്ങുന്നിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ തന്നെ ബോധപൂർവം നിവേദ്യം അശുദ്ധമാക്കിയതുമാകാം. പൂങ്കൊടിയെ അങ്ങുന്ന് മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞു. കുട്ടി നിലത്ത് വീഴാതെ കൈകളിൽ താങ്ങി നിർത്താൻ താഴെ ഒരു വ്യക്തി ഉണ്ടായില്ലേ? ആ വ്യക്തിയെ തല്ലാനോങ്ങിയ അങ്ങയുടെ ദേഹം ഉളുക്കിയില്ലേ? ആകെ തളർന്നുപോയ അങ്ങയെ താങ്ങിയെടുത്ത് മാറ്റേണ്ട അവസ്ഥയുണ്ടായില്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ സാക്ഷാൽ ഭഗവാനല്ലാതെ മറ്റാരാണ് മേലധികാരി? അസംബന്ധം, വിവരില്ലായ്മ. ഒരു വണ്ടിന്റെ വലുപ്പം മാത്രമുള്ള പെൺകൊച്ച് താഴേക്ക് വീഴുമ്പോൾ രക്ഷിക്കാൻ തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. ചിലപ്പോൾ മനുഷ്യ ശരീരം ഉളുക്കുന്നതും മഹാത്ഭുതമൊന്നുമല്ല. അതിന്റെയൊക്കെ പിന്നിൽ ദൈവമാണെന്ന് കൊട്ടിഘോഷിക്കരുത്. വെറും അന്ധവിശ്വാസങ്ങൾ. ഓ, ഈ കരികാലം ദേഹമാസകലം കരിവറ്റിച്ചേ അടങ്ങൂ. ഭഗവാനെ, കൈലാസനാഥ, പാർവതി വല്ലഭ, നിടലനേത്ര, എന്റെ അമ്മ എത്രയോ കാലമായി കിടപ്പിലായിട്ട്. അഗതിയായ അമ്മ നിന്നെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്റെ പ്രാർത്ഥനയെ നീ കേൾക്കുന്നില്ലേ? അമൃത കടേശ്വരനാണല്ലോ നീ, പ്രപഞ്ച മഹാവൈദ്യൻ. എത്രയോ രോഗികൾക്ക് പുതുജീവൻ കൊടുത്തവനാണല്ലോ അങ്ങ്. എന്റെ അമ്മയെ മാത്രം കൈവെടിയുന്നു. രക്ഷിക്കണം നാഥ, എന്റെ അമ്മയെ രക്ഷിക്കണം. ഭഗവാനെ, തൃക്കടയൂരപ്പ, അടിയങ്ങളെ രക്ഷിക്കണേ ഭഗവാനെ. കൈലാസനാഥ, ഭഗവാനെ രക്ഷിക്കണേ.
എന്തിനാ കുട്ടി കരയുന്നേ? എന്റെ അമ്മ എത്രയോ കാലമായി കിടപ്പിലാന്ന് അങ്ങേക്ക് അറിയാലോ. അമ്മയുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും വഴിപാടുകളും എന്റെ ശേഷിക്കൊത്ത് ഞാൻ മുടങ്ങാതെ നടത്തുന്നുണ്ട്. എന്നിട്ടും ഭഗവാൻ കനിയുന്നില്ലല്ലോ തിരുമേനി. നിന്റെ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള സമയമായിട്ടില്ല കുട്ടി. ഓരോ മനുഷ്യനും അനുഭവിച്ചു തീർക്കേണ്ട യാതനകളൊക്കെ അനുഭവിച്ചു തീർക്കാതെ മോചനമില്ലെന്ന് നീ മനസ്സിലാക്കണം. ഭഗവാൻ എപ്പോഴും നിന്റെ മേലൊരു കണ്ണുണ്ടെന്ന് ഓരോ അനുഭവങ്ങൾ കൊണ്ടും നീ മനസ്സിലാക്കിയില്ലേ? പൂജയും പ്രാർത്ഥനയും വഴിപാടുകളും ഒന്നും മുടക്കരുത്. നിന്റെ അമ്മയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നീ ഒറ്റയടി പ്രദക്ഷിണ വ്രതം അനുഷ്ഠിക്കണം. ഒറ്റയടി പ്രദക്ഷിണ വ്രതം, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ തിരുമേനി. നോക്കൂ, ഈ ചുറ്റമ്പലത്തിന് ചുറ്റും നിത്യവും ഓരോ പ്രദക്ഷിണം നീ പൂർത്തിയാക്കിയാൽ മതി. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ശിവപഞ്ചാക്ഷരി നീ ജപിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി തിരുമേനി. നല്ലൊരു ദിവസം നോക്കി ഞാൻ ഒറ്റയടി പ്രദക്ഷിണം തുടങ്ങിക്കോളാം. നല്ലത്. മുത്തശ്ശി, അമ്മയ്ക്ക് കഷായം വെച്ചു കൊടുക്കാനുള്ള മരുന്നുകളുടെ കൂട്ടൊക്കെ മേൽശാന്തി തിരുമേനി കുറിച്ചു തന്നു. ഇതാ. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, രാമച്ചം, ഇരുവേലി. അതെന്ത് കഷായ അമ്മേ? ഇതിനെ ഷഡംഗ ഖ്വാദമെന്ന് പറയും. ഷഡംഗമെന്നാൽ 6 ചേരുവകൾ, ഖ്വാദമെന്നാൽ കഷായം. മുത്തശ്ശിക്ക് വൈദ്യം അറിയോ? പിന്നെ എന്റെ മുത്തശ്ശിയെ കുറിച്ച് നീ എന്താ വിചാരിച്ചത്? സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാനശാല എന്റെ മുത്തശ്ശി. ഈ കഷായം വെച്ചു കൊടുത്താൽ വസുമതിക്ക് വളരെ ആശ്വാസം കിട്ടും. പക്ഷേ ഈ മരുന്നൊക്കെ എവിടുന്നാ കിട്ടുക? അതൊക്കെ വാണിഭ തെരുവിൽ പോയി ഞങ്ങൾ വാങ്ങിക്കോളാം. ഈ കഷായം തയ്യാറാക്കുന്നതിന് ഒരു പ്രത്യേക പാകമുണ്ട് മീനാക്ഷി. കഷായം ഞാൻ പാകമാക്കിക്കൊള്ളാം. അങ്ങനെ പൂങ്കുടിയുടെ കുടില് ഒരു വൈദ്യശാലയാകാൻ പോകുന്നു.
ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. പൂങ്കൊടി, എന്നത്തെ പോലെ പൂജയും പ്രാർത്ഥനയുമായി വിഗ്രഹത്തിന് മുന്നിൽ തന്നെ ഉണ്ടല്ലോ. മുത്തശ്ശി, ഞാൻ ഇന്നു മുതൽ 41 ദിവസം തൃക്കടയൂർ ക്ഷേത്രത്തിൽ ഒറ്റയടി പ്രദർശന വ്രതം നോക്കുകയാണ്. എന്താണ് ഈ ഒറ്റയടി പ്രദക്ഷിണം? ഓരോ ചുവടുകളായി എടുത്തു വെച്ച് ശിവപഞ്ചാക്ഷരി ജപിച്ച് നടത്തുന്ന പ്രദക്ഷിണം. നിനക്കാരാ ഒറ്റയടി പ്രദക്ഷിണ വഴിപാടിനെ കുറിച്ച് പറഞ്ഞു തന്നത്? ക്ഷേത്രത്തിലെ തിരുമേനിയാ. പ്രദക്ഷിണം വെക്കേണ്ട വിധവും അദ്ദേഹം കാണിച്ചു തന്നു. അമ്മയുടെ രോഗശാന്തിക്ക് ഒറ്റയടി പ്രദക്ഷിണം വളരെ ഉത്തമമാണെന്നാ തിരുമേനി പറഞ്ഞത്. ഉത്തമം തന്നെയാണ്. ഏകാഗ്രമായ മനസ്സോടുകൂടി വേണം ആ വഴിപാട് നടത്താൻ. കുട്ടിയായ നിനക്ക് അതിന് കഴിയുമല്ലോ. വസുമതി രോഗസുഖമായി കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നത് കാണാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നെന്നോ. നിന്റെ ഈ വഴിപാട് കഴിയുമ്പോ അത് നടക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിലെത്തി വഴിപാട് ആരംഭിച്ചിരിക്കണം. 41 ദിവസം എന്നത് ഒരു ദിവസം പോലും മുടങ്ങരുത്. ശരി മുത്തശ്ശി. ആയിക്കോട്ടെ, എന്നാ പ്രാർത്ഥിച്ചോളൂ. വാ. അമ്മേ, എന്തു പറ്റി? അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല. ദാ കഷായം കുടിക്ക്. മതി. കുറച്ചുകൂടി കുടിക്കമ്മേ. ഞാൻ ഇന്നു മുതൽ ക്ഷേത്രത്തിൽ ഒറ്റയടി പ്രദർശനം തുടങ്ങാൻ പോവുകയാണമ്മേ. 41 ദിവസത്തെ വഴിപാട്. അമ്മയ്ക്ക് രോഗശാന്തി കിട്ടാൻ വേണ്ടി തിരുമേനി ഉപദേശിച്ചു തന്ന വഴിപാടാണ്. 41 ദിവസമൊക്കെ വിധികൾ തെറ്റിക്കാതെ വഴിപാട് അനുഷ്ഠിക്കാൻ നിനക്ക് കഴിയുമോ മോളെ? കഴിയും. എന്റെ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായി എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി എത്ര പ്രയാസമേറിയ വ്രതം നോക്കാനും ഞാൻ തയ്യാറാണ്. അമ്മയല്ലേ എന്റെ കൺകണ്ട ദൈവം. ഇളം പ്രായത്തിൽ ഓടിച്ചാടി കളിച്ചു നടക്കേണ്ട നിനക്ക് എന്തൊക്കെ ചുമതലകളാ. അമ്മയ്ക്ക് മരുന്ന് നൽകണം, അന്നമൂട്ടണം, വ്രതങ്ങൾ അനുഷ്ഠിക്കണം, പിന്നെ കുറേ പേരുടെ അവഗണനയും ആട്ടും തുപ്പും എല്ലാം സഹിക്കുകയും വേണം. സന്തോഷമായി നടക്കേണ്ട പ്രായത്തിൽ അമ്മയുടെ ചുമതല ഭാരങ്ങൾ തലയിലേറ്റി വല്ലാതെ ക്ലേശിക്കുകയല്ലേ നീ? അരുതമ്മേ. പെറ്റമ്മയുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ഭാരിച്ച ചുമതല ഏൽക്കുമ്പോഴും ഭാരമല്ല, വല്ലാത്ത ആശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. ഒരു മകളുടെ കടമ നിറവേറ്റാൻ കഴിയുന്നല്ലോ എന്ന സംതൃപ്തി.
ക്ഷേത്രത്തിൽ പോയിട്ട് വരാം അമ്മേ. ശരി. കഞ്ഞി കാലമാക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞിമൊഴി ചേച്ചി വിളമ്പി തരും. അമ്മ കിടന്നോളൂ. ശിവനി, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ശ്രീനീലകണ്ഠ, ഗംഗാധര, കാരുണ്യമൂർത്തി, തിരുമേനിയുടെ ഉപദേശപ്രകാരം അടിയൻ ഒറ്റയടി പ്രദക്ഷിണ വ്രതം ആരംഭിക്കുകയാണ്. 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഗ്രഹം ഉണ്ടാകണേ. എന്റെ അമ്മയ്ക്ക് ആരോഗ്യരക്ഷ ഉണ്ടാകണേ. പാർവതീപദേ, ശ്രീ പരമേശ്വര. ശിവായ ഓം നമഃ 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 ശിവായ. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. പാവം പൂങ്കൊടി. പെറ്റമ്മ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ നേർച്ചകളാ നടത്തുന്നത്. ദൈവം അവളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. കേൾക്കും വള്ളിയമ്മേ. തീർച്ചയായും ശ്രീ പരമേശ്വരൻ അവളുടെ പ്രാർത്ഥന കേൾക്കും. അയ്യോ വളർമതി, ഇത്ര ദൂരം ഈ എണ്ണ ചുമന്ന് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. ഇതൊന്ന് പിടിച്ചിറക്കും വളർമതി. തെല്ലിട വിശ്രമിച്ചിട്ട് പോകാം. അങ്ങനെ കുറെ കാലം കൂടി ഗുണാളം ചേട്ടന് നല്ല മെയ്യടക്കം ഉണ്ടായി. ഇതുപോലെ എന്നെ വിയർപ്പൊഴിക്ക് പണി എടുക്കണം ചേട്ടാ. വിലപ്പെട്ട ഉപദേശം ശിരസാ വഹിച്ചിരിക്കുന്നു. പിടിക്കണോ? വേഗം. തോളു വല്ലാതെ വേദനിക്കുന്നു വളർമതി. ഇനി തിരപ്പള്ളിയിലേക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അവിടം വരെ വളർമതി എണ്ണ ചുമന്ന് സഹായിക്കണം. എന്റെ പൊന്നു വളർമതിയല്ലേ? ആണോ? എണ്ണ ചുമക്കുന്ന ജോലിയെ അങ്ങൊന്ന് ഗുണാളം ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നേ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതേ മേൽനോട്ടവാ. മേൽനോട്ടം എന്ന് പറഞ്ഞപ്പോ എന്താ വേറിട്ടൊരു നോട്ടം? വെറുതെ എണ്ണ ചുമന്ന് തളിര് പോലുള്ള ഈ ശരീരം ക്ഷീണിപ്പിക്കണ്ട വളർമതിന്ന് അങ്ങൊന്ന് പറയുന്ന ചേട്ടനും കേട്ടതല്ലേ? ആ, അതൊക്കെ നിന്റെ ഒരു യോഗം. വളർമതി, നീ വെറുതെ എണ്ണ ചുമക്കണ്ട. ഞാൻ നിനക്ക് 2 സ്വർണ്ണ നാണയം തന്നേക്കാം. ദൈവമേ, 2 സ്വർണ്ണ നാണയോ? അത് എവിടുന്ന് കിട്ടി? പതുക്കെ പറയാം, അല്ലെങ്കിൽ ദൈവം കേട്ടാലോ. ഒരു ധനികനായ ഭക്തൻ ഭണ്ഡാരത്തിൽ 5 സ്വർണ്ണ നാണയം ഇടുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാര്യാലയത്തിൽ അങ്ങുന്നില്ലാത്ത തക്കം നോക്കി താക്കോലെടുത്ത് ഭണ്ഡാരപ്പെട്ടി തുറന്ന് 5 സ്വർണ്ണ നാണയം ഞാൻ പൊക്കി. അമ്പമ്പോ, ഭഗവാന്റെ 5 സ്വർണ്ണ നാണയം മുഖ്യ അഴിമതി വീരൻ. അതുകൊണ്ടെന്താ 2 സ്വർണ്ണ നാണയം നിനക്ക് വേണ്ടേ? അയ്യോ, നിർബന്ധമായും വേണം. എന്നാ എണ്ണ ചുമക്ക്. അത് വേണോ? അയ്യോ, വേണോ ചേട്ടാ? ആ, വേണം. അയ്യോ ചേട്ടാ, അയ്യോ അയ്യോ, പതിയെ പതി. കൊണ്ടുപോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. മുങ്ങിയേക്കല്ലേ, പെട്ടെന്ന് വരണേ. അയ്യോ ദൈവമേ.
വളർന്ന് വശം കെട്ട്. മുടിഞ്ഞ ഭാരമില്ല ഈ എണ്ണയ്ക്ക്. പണ്ടാരം അടങ്ങാന് ആ ഗുണാളൻ എന്ന ദുഷ്ടനെ കാണാനുമില്ല. ഒരടി നടക്കാൻ കഴിയുന്നില്ല. ഈ നാശം എവിടെയൊന്ന് ഇറക്കി വെക്കുന്നേ? ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. വരുന്നുണ്ട് ആ നരുന്ത് ജന്മം. എണ്ണ അവളെ കൊണ്ട് ചുമപ്പിക്ക തന്നെ. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. കൊച്ചേ, ഈ എണ്ണ നിന്റെ തലയിലോട്ട് വെച്ചേ. ചുമന്ന് തിടപ്പള്ളിയിലോട്ട് എത്തിക്കണം. അയ്യോ ചേച്ചി, ഞാൻ ഒറ്റയടി പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുക, അത് പൂർത്തിയായിട്ടില്ല. ഓ പിന്നെ, നീ ഒറ്റയടി പ്രദക്ഷിണം പൂർത്തിയാക്കിയില്ലെങ്കിലേ ആകാശം ഒടിച്ച് വീഴാൻ പോവല്ലേ. മര്യാദക്ക് എണ്ണ ചുമക്ക് പെണ്ണേ. എനിക്ക് പറ്റില്ല ചേച്ചി. ഒറ്റയടി പ്രദർശനം എന്റെ നേർച്ചയാ, മുടക്കാൻ പറ്റില്ല. ധിക്കാരി, നിന്റെ മുടിഞ്ഞ ഒരു ഒറ്റയടി പ്രദർശനം പറയുന്ന അനുസരിച്ചാ മതി, അല്ലെങ്കിൽ വളർമതിയുടെ തനി സ്വഭാവം നീ അറിയും. ചേച്ചി, ഞാൻ അപേക്ഷിക്കുക, ദയവായി എന്റെ ഒറ്റയടി പ്രദർശനം മുടക്കരുത്. എന്താ അവിടെ പ്രശ്നം? അയ്യോ, അങ്ങൂന്നായിരുന്നോ? അങ്ങുനെ വളരെ ദൂരെ ഈ എണ്ണ ചുമന്ന് ഞാൻ വശം കെട്ടിരിക്കുന്നു. ഈ എണ്ണ ചുമന്ന് തിടപ്പള്ളിയിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് ഈ പെണ്ണ് അനുസരിക്കുന്നില്ല. ആഹാ, അത്രയ്ക്കായോ? മഹാധിക്കാരിയും നിഷേധിയുമല്ലേ ഇവൾ? അധികാരി കൽപ്പിച്ചാൽ നിഷേധിക്കുമോ എന്ന് അറിയണമല്ലോ. വളർമതി, ആ എണ്ണ ഇറക്കി ഇവളുടെ തലയിൽ വെച്ച് കൊടുക്കുക. അയ്യോ, അങ്ങനെ അരുത്. അടിയന്റെ ഒറ്റയടി പ്രദക്ഷിണം മുടക്കരുത്. നിന്റെ ഒറ്റയടി പ്രദക്ഷിണം മുടങ്ങിയാൽ ദൈവകോപം ഉണ്ടാകുമെങ്കിൽ അത് നാം അങ്ങ് സഹിച്ചോളാം. നാം നിന്നെ ഉപദ്രവിച്ചു എന്ന് മഹാരാജനോട് പറയാൻ ധൈര്യപ്പെട്ട തന്റെ അടിയല്ലേ നീ?